السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. കാരുണ്യത്തിനായി 240 മണിക്കൂറുകൾ അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. റമളാൻ തരിക എന്നത് തന്നെ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. അടിമക്ക് അവസരങ്ങൾ കൊടുക്കുക, വീണ്ടും വീണ്ടും അവന് സൗകര്യം ചെയ്തു കൊടുക്കുക, ഉപയോഗപ്പെടുത്തുന്ന അതിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നത് തന്നെ വലിയൊരു കാരുണ്യമാണ്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 ശതകങ്ങൾ, 10 ഭാഗങ്ങൾ, 10 ദിവസങ്ങൾ റഹ്മത്തിൻ്റെ 10 ദിവസങ്ങളാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ഈ 10 ദിവസങ്ങളിൽ എത്രത്തോളം കാരുണ്യം വാങ്ങാൻ കഴിയുമോ അത്രയും ചോദിച്ച് വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നാം ചൊല്ലുന്ന ദിക്ർ തന്നെ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, നീ കരുണാവാരിധിയാണല്ലോ, കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നവനാണല്ലോ, എന്നോട് കരുണ ചെയ്യണമേ എന്നിങ്ങനെ നാം പറയുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ പടച്ച റബ്ബ് അവന്റെ കാരുണ്യവർഷം കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, തങ്ങളും അങ്ങനെയാണോ നബിയെ? തങ്ങളും അങ്ങനെയാണോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, അതെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഈ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കാരുണ്യം തനിക്കും ആവശ്യമാണ് എന്ന് പറയുകയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഉലുൽ അസ്മുകളുടെയും നേതൃനിരയിലുള്ള ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പോലും അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കണം. അത് ചോദിച്ച് വാങ്ങുക തന്നെ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ ഞാൻ ചെയ്യുന്ന അമലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കാൻ വകുപ്പില്ല. കാരണം അമലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു. റബ്ബിന്റെ കാരുണ്യം, കാരണം അള്ളാഹു അത്രമാത്രം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഒന്നുമല്ല. ഒരു അനുഗ്രഹത്തിന്റെ, റബ്ബ് തരുന്ന അനുഗ്രഹത്തിന് അതിന് നമ്മൾ കണക്കാക്കിയതിലേക്ക് ശുക്ർ ചെയ്യാൻ ഒരുങ്ങിയാൽ നടക്കില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ തന്നെ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അവൻ ചെയ്യുന്ന കാരുണ്യ വർഷങ്ങൾ അതൊക്കെ ഒന്ന് എണ്ണിക്കണക്കാക്കി അതിന് കറക്റ്റായിട്ട് നന്ദി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്താണ് അവൻ ചെയ്തു തരുന്ന അനുഗ്രഹം? നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ കുടുംബം, നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും, ശൈശവ നാളുകളാണെങ്കിൽ, ബാല്യകാലമാണെങ്കിൽ, യൗവനമാണെങ്കിൽ, വാർദ്ധക്യമാണെങ്കിൽ, എവിടെ നോക്കിയാലും അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ, അവന്റെ കാരുണ്യം എത്രയാണ്! അതിനെല്ലാം കൂടെ എണ്ണിക്കണക്കാക്കി അതിനൊരു ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു തആല അവൻ വലിയ ദയാപരനാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവറുകളുടെ മുമ്പിൽ ഒരു ദിവസം ഒരു അതിഥി കടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, നീ ആരെ ആരാധിക്കുന്ന ആളാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തീയിനെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്.
തീയനെ ആരാധിക്കുന്ന മജൂസികളിൽപ്പെട്ട ആളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നാ പിന്നെ നിനക്ക് ഇവിടെ സ്വീകരണവുമില്ല, ഭക്ഷണവുമില്ല, നിനക്കിവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ഈ കണ്ട അനുഗ്രഹങ്ങൾ മുഴുവനും തന്നിട്ട് നിന്നെ സൃഷ്ടിച്ച് ഇത്രത്തോളം പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിനോട് ആ റബ്ബിനെ വിശ്വസിക്കാനും കണ്ടെത്താനും കഴിയാത്ത നിനക്ക് എന്ത് നന്മയാണുള്ളത്, നിനക്കെന്ത് ഹൈറാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അയാളോട് പറഞ്ഞു. അയാൾ തിരിച്ചയച്ചു. അങ്ങനെ ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം നബിയെ, അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങളോട്, ആ വന്ന ആൾക്ക് എത്ര പ്രായം കാണും? ഓ, അയാൾക്ക് നല്ല പ്രായമുണ്ട്, നല്ല ഏകദേശം മധ്യവയസ്കനാണ്. ഇത്രയും വർഷം അയാൾക്ക് ആരാണ് ഭക്ഷണം കൊടുത്തത് നബിയെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് അള്ളാഹുവാണ്. എന്നിട്ട് ഇത്രയും കാലം അള്ളാഹുവിനെ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത അയാൾക്ക് പോലും ഇത്രത്തോളം വാരിക്കൊടുത്ത അള്ളാഹു തആല ആ റബ്ബിനെ വിശ്വസിക്കാത്തത് അള്ളാഹു നോക്കിയില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് തൽക്കാലം ഒരു കുറഞ്ഞ നേരത്തേക്ക് ഇവിടെ താമസിക്കാനും ഭക്ഷണത്തിനും ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇവിടെ സമയമില്ല, നിനക്ക് അംഗീകാരമില്ല, സൗകര്യം ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയായില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നു. അങ്ങനെ ആ വ്യക്തിയെ മടക്കി വിളിക്കുകയാണ്. അയാൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ തിരുത്തുകയാണ്. നിനക്കിവിടെ ഭക്ഷണമുണ്ട്, താമസവുമുണ്ട്, നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാം. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അയാൾ ചോദിച്ചു, ആ മജൂസി ചോദിച്ചു, അതെന്താ ഇപ്പൊ ഒരു മാറ്റം? ഇപ്പൊ എന്തുണ്ടായി ഇവിടെ? ഞാനിവിടെ വന്നപ്പോ നിങ്ങൾ എന്നോട് എന്റെ മതം നോക്കി എന്നോട് പോകാൻ പറഞ്ഞു, എന്റെ വിശ്വാസം ചോദ്യം ചെയ്ത് എന്നോട് മടക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാണ് ആവർത്തിച്ച് വിളിച്ചു വരുത്തിയത്? അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉള്ളതൊക്കെ പറഞ്ഞു. നീ പോയതിന് ശേഷം അല്ലാഹു തആല എന്നെ ആ ഒരു വിഷയത്തിൽ വിമർശിക്കുകയുണ്ടായി. ഞാനെടുത്ത തീരുമാനം ശരിയായില്ലെന്ന് അറിയിച്ചു. അള്ളാഹു ചോദിക്കുന്നത്, ഇത്രയും വർഷം ഞാൻ അയാൾക്ക് തിന്നാനും കുടിക്കാനും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതല്ലേ, പിന്നെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരു മാറ്റം വന്നത്. അങ്ങനെ ആ മനുഷ്യൻ ഉടനെ അയാൾ ചിന്തിച്ചു. അയാൾ പറഞ്ഞു, അല്ല ഇബ്രാഹിം, എന്റെ മനസ്സിപ്പോൾ മാറി ചിന്തിക്കുകയാണ്. കാരണം ഞാൻ എത്രയോ കാലമായി തീയനെ ആരാധിക്കുന്നു. ആ തീയിൽ അറിയാതെ ഞാനൊന്ന് വീണുപോയാൽ, ഞാൻ അറിയാതെ എൻ്റെ കൈയോ കാലോ മറ്റു ഭാഗങ്ങൾ തീയിൽ സ്പർശിച്ചു പോയാൽ, അതോടെ ആ തീ ഞാൻ അതിനെ ആരാധിക്കുന്ന ആളാണെന്നും അത് നോക്കുകയില്ല, അതൊന്നും അത് ഗവനിക്കുകയില്ല. എൻ്റെ കയ്യിന് പൊള്ളലേൽക്കും, എനിക്ക് അപകടം സംഭവിക്കും. ഞാൻ തീയിൽ വീണാലും എനിക്ക് അപകടം സംഭവിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഇത്രത്തോളം കാലം വിശ്വസിക്കാതെ അംഗീകരിക്കാതെ ആ റബ്ബിനെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിയാതെ ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ എന്നെ മുറുക്കെ പിടിച്ച് എനിക്ക് വേണ്ടത് ചെയ്തു തരാൻ നിങ്ങളോട് നിർദ്ദേശിച്ച അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അതുകൊണ്ട് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക്, തന്റെ പ്രബോധനത്തിലേക്ക് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ കൂടെ പോകുകയാണ്. ഞാൻ പറയുന്നത്, അള്ളാഹു എത്രയാണ് സുഹൃത്തുക്കളെ നമുക്ക് വാരിക്കൂരി തരുന്നത്. ആ റബ്ബിനെ അമല് ചെയ്ത് സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവന്റെ കാരുണ്യം കൊണ്ട് വേണം സ്വർഗം, അവന്റെ കാരുണ്യം കൊണ്ട് വേണം വിജയം. അതുകൊണ്ട് പരമമായ വിജയം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ അവന്റെ കാരുണ്യം നാം പരമാവധി ഈ 20-40 മണിക്കൂറുകളിൽ അത് കൃത്യമായി ചോദിച്ചു വാങ്ങാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കണം. ആ നിസ്കാരത്തിന്റെ ശേഷം മാത്രമായി റഹ്മത്ത് ചോദിച്ചു നിർത്താതെ പരമാവധി ചെയ്യുക. അള്ളാഹു കാരുണ്യവാനാണ്. ഒരു കുട്ടിക്ക് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മയെ കാണിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്രേ, സഹാബക്കളെ, ആ കുട്ടിയെ ആ ഉമ്മ തീയിലെറിയുമോ? ഇല്ല നബിയെ, ആ ഉമ്മ പൊന്നുപോലെ നോക്കുകയാണല്ലോ. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മക്ക് കുട്ടിയോടുള്ള കാരുണ്യത്തിന്റെ എത്രയോ മടങ്ങാണ് അള്ളാഹു തന്റെ അടിമയെ സ്നേഹിക്കുന്നത്. ആ റബ്ബിന്റെ കാരുണ്യം ചോദിച്ചു വാങ്ങാൻ ഞാനും നിങ്ങളെല്ലാവരും ഈ 10 ഉപയോഗപ്പെടുത്തുകയും വളരെ കൃത്യമായി ആ 10 നാളുകൾ ഉപയോഗപ്പെടുത്തി റഹ്മത്തിന്റെ വലിയ ലോകം വാരിക്കൂട്ടണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു. റഹ്മാനും റഹീമുമായ അല്ലാഹു തആല പാവപ്പെട്ട നമുക്ക് അവന്റെ കാരുണ്യം കൊണ്ട് കരുണ ചെയ്തു തരുമാറാവട്ടെ. ആമീൻ.
നമ്മൾക്ക് കാരുണ്യം കൊണ്ട് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവന്റെ കാരുണ്യവർഷം കൊണ്ട് അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നാം അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, ശക്തമായ ക്ഷീണവും ദാഹവും സഹിച്ച് നാം എടുക്കുന്ന നോമ്പുകൾ കരുണാവാരിധിയായ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് മദ്ഹരി ഉസ്താദിന്റെ നേതൃത്വത്തിലായി CM ചാരിറ്റി സെൽ പുത്തനത്താണി കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവകാരുണ്യ മേഖല, അതുപോലെ പൊതു പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സെല്ലിന്റെ പ്രവർത്തനങ്ങൾ എനിക്കറിയാം. പല പ്രവർത്തനങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ സഹായിക്കുകയും അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും സാമ്പത്തികമായും മാനസികമായും അതിനൊക്കെ വേണ്ടത് അറിഞ്ഞ് മനസ്സിലാക്കി അതാത് സന്ദർഭങ്ങളിൽ ഇടപെട്ട് സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും റഹ്മാനും റഹീമുമായ റബ്ബ് ഈ പവിത്രമായ 10ന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അസീസ് ഉസ്താദ് അടക്കമുള്ള കൂടെയുള്ള സഹപ്രവർത്തകർക്കും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു അവരെ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഉള്ള രോഗികൾക്ക് അള്ളാഹു ആജിലായ ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ആഖിറം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാന്റെ രാത്രികളിൽ അള്ളാഹു ഒരുപാട് ആളുകളെ നരകമോചിതരാക്കുന്നുണ്ട്. അതിലൊരാളായി അള്ളാഹു നമ്മയും ചേർക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.